എക്സാം നടത്തി 5 മാർക്കിന് അടിയിലുള്ളവരാണ് 5 മാർക്കിന് അടിയിലുള്ളവർക്ക് എന്തിനാണ് ക്ലാസ് വരുന്നത്? അക്ഷരം പഠിക്കൂല. ആൻസർ പേപ്പർ അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യനെങ്കിലും എഴുതിക്കൂടായിരുന്നു. വെറുതെ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ശതക്ക് എന്ത് നല്ല മാർക്കാ? ഓളെ കണ്ട് പഠിക്കില്ല. പഠിപ്പിച്ചതിന്റെ കാര്യങ്ങളില്ലേ ഞാൻ ശതക്ക് പഠിപ്പിച്ചത് എന്തൊരു മാർക്കാ? ഇത്രയും മാറ്റി ഒരുക്കിയിട്ട് നിങ്ങൾക്ക് എന്തിനാ വരുന്നത്? ഞാനോ ആ ടേബിളിൽ ഞാൻ എൻ്റെ പരീക്ഷ പേപ്പർ ഉണ്ടല്ലോ എന്താ എനിക്ക് കാണിച്ചു തരാഞ്ഞു? ഞാൻ അവിടെ കണ്ടപ്പോഴാണല്ലോ കാണുന്നത്. എനിക്ക് എന്താ കാണിച്ചു തരാഞ്ഞു? ഇപ്പൊ പരീക്ഷ പേപ്പർ ഒന്നും കാണിച്ചില്ലേ? അതിപ്പോ എന്താ അത്ര കാണിക്കാൻ മാത്രം? മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ മാർക്ക് ഉണ്ടാവണ മാർക്ക് കാണിച്ചു തരണ്ടേ? അങ്ങനെയല്ലേ മക്കള് ചെയ്യല്? ഷാനുവാ ഫോണിപ്പൊന്ന് മാറ്റിച്ചാ അമ്മനോട് കുറച്ച് വർത്താനം പറയട്ടെ. എപ്പോഴും ഫോണുമ്പോ തന്നെ എന്തപ്പത്? എപ്പോഴും ഫോണുമ്പോ തന്നെ എന്റെ പരീക്ഷ പേപ്പറൊക്കെ വെച്ച് കണ്ട് ഇനി അങ്ങനെ തന്നെ മാർക്ക് വാങ്ങണട്ടാ. ഇനി അതിന് താഴെ പോയത്, ആ മാർക്കൊന്നും താഴെ പോയത്. ഇപ്പൊ ഉള്ള പോലെ തന്നെ കണ്ടു പോയാല് എനിക്ക് എല്ലാത്തിനും ഫുൾ A+ വാങ്ങാം. അമ്മ പേടിക്കണ്ട അമ്മ. വിചാരിച്ച പോലെ നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി നല്ലൊരു ജോലിയൊക്കെ കിട്ടി നമുക്ക് കാണുന്ന വീടൊക്കെ വലിയ വീടാക്കി നമ്മളെ പെരപ്പണി നമുക്ക് പെട്ടെന്ന്. പിന്നെ ഉപ്പാന്റെ ആഗ്രഹം പോലെ ഇപ്പാക്ക് നല്ലൊരു ബൈക്കും ഒക്കെ വാങ്ങി. പിന്നെ ഉമ്മാന്റെ ആഗ്രഹം പോലെ ഉമ്മക്ക് സ്വർണം തൂക്കിയിടാനൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ കുട്ടീന്റെ മേത്താണ് എന്റെ എല്ലാ സ്വപ്നം. നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിയാൽ മതി. ഉമ്മാൻ്റെ കുട്ടി ആരെ കൊണ്ട് പറയിപ്പിക്കാതെ അമ്മാനെയും വാപ്പാനെയും പറയിപ്പിക്കാതെ നല്ല മോളായി അനിയനെ അനിയത്തിനൊക്കെ നല്ലോണം നോക്കി നല്ലോണം പഠിപ്പിക്കാതെ മോളായാൽ മതി. എൻ്റെ വിജയമാണ് ഉമ്മാന്റെ സ്വപ്നം. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ മൊബൈൽ കളിക്കല്. എന്താ സെന ഇത്? എല്ലാ സെന എന്താ ഈ പേപ്പറിൽ കാണുന്നത്? ഞാന് എനിക്ക് എന്തിനു കുറവാ സെന ഇവിടെ ഉള്ളത്? ഫോണിന് ഫോണുണ്ട്, ടാബിന് ടാബുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ബാപ്പ പറയുമ്പോ മാസം അയക്കണ പൈസ മുഴുവൻ ഈ തന്നെ തിന്നണത്. ഈ എന്താ ഈ കാണിച്ചു വെച്ചത്? എന്നും എന്റെ മീറ്റിങ്ങിന് പോയാൽ എനിക്ക് ഈ കേൾക്കണതിന് ഒരു പരിധി ഇല്ലാതാണ് സെന. എനിക്ക് മടുത്തുക്കണേ. ഞാൻ ഇനി ഇവിടുന്ന് പോവാണ്. ബാപ്പാനോട് എന്താ വെച്ചാ പറഞ്ഞാൽ എന്റെ പോലെ തന്നെ അല്ല ആശാദി. ആ കുട്ടിക്ക് ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആ കുട്ടിക്ക് വീടില്ല. എന്താണ് ആ കുട്ടി? ആ കുട്ടി എന്ത് ചെയ്യണം? എന്റെ മാതിരി തന്നെയല്ലേ ഓണം പഠിച്ചാൻ പോണത്. എപ്പോഴെങ്കിലും അത് ആലോചിക്കണ്ടോ? ഇന്നെ കുറിച്ച് ആലോചിച്ചിരുന്നു, ബാപ്പാനെ കുറിച്ച്. എത്ര ബാപ്പയുടെ നിന്ന് കഷ്ടപ്പെട്ട മുഴുവൻ നിനക്ക് ഇവിടെ നിന്നാണ് തോന്നിവാസം കാണിക്കാനുള്ള. ആ കുട്ടി എന്റെ മാതിരി തന്നെയാണല്ലോ.
ഇത്രയും പോലും നല്ല സൗകര്യം ഇല്ലാത്ത വീട്ടിൽ നിന്ന് ആ കുട്ടി വരുന്നത്. നിങ്ങളുടെ ആ കുട്ടിന്റെ മാർക്കോ എന്തെങ്കിലും അല്ലാതെ ആ മീറ്റിങ്ങിന് കുട്ടീന്റെ പേര് പറയാതെ ടീച്ചർ പോയിണോ? പറയണ്ടേ, നിങ്ങളെ പേരും പറയണ്ടേ, എല്ലാവരും പേരും പറയണ്ടേ. ഒക്കത്തിനും മാർക്ക് ഇല്ലാത്ത കാര്യത്തിന് ഞാൻ ഇപ്പോഴും കേൾക്കണേ. എനിക്ക് മടുത്തുക്കണേ. പാപ്പ വിളിക്കാൻ എന്താ വെച്ചാ പറഞ്ഞാലേ. ആകെ സീന, വീട്ടിൽ ഫുള്ള് സീന. എപ്പോഴും പഠിക്കാന്ന് പറയും. എനിക്ക് മാർക്കും ഇല്ല എക്സാമിൽ. പക്ഷെ അതൊക്കെ ഫുള്ള് മാർക്കായിട്ട് വീട്ടിൽ എപ്പോഴും ശതന്റെ പ്രശ്നം എൻ്റെ നമ്മളെ വീട്ടിലുണ്ട്. ഓളെ കൊണ്ട് നമുക്ക് വീട്ടിലും അഭിമാനം, ക്ലാസ്സിലും അഭിമാനം. ഇങ്ങനെ പോയാൽ ശരിയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുക്കണം. എന്തായാലും തീർത്തിരിക്കണം. ഞാനുണ്ട് തന്നെ കൂടെ. നമുക്ക് എന്തായാലും ആ തീരുമാനം. എടുത്തേക്കട്ടെ, ഷാനുവിന് കൊടുക്കാം. നാളെ കോളേജിൽ കൊണ്ടുപോകാൻ ആവശ്യമുണ്ടാവും. ടീച്ചർ വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ, ആ അമ്മയാണ്. എന്തേ വിഷയങ്ങൾ? മിസ് കോൾ ഞാൻ കണ്ട്. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഹാപ്പിയായിട്ട് നിർത്തണം. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ ഇതുവരെ എൻ്റെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എനിക്കതെന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ബിരിയാണി കൊണ്ടുവന്ന ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്ന് പറയും. പക്ഷെ എന്റെ ഫോൺ നിർത്തരൂ. ഷാനുവിനെ പച്ചിക്കൊന്ന് വിളിക്കുന്നു. വേണ്ട, എന്റെ ഷാനുവിന് ഇഷ്ടമല്ല. അവളെ പച്ചിന്റെ പൈസ പോകുന്നു. എന്റെ ഷാനുവിന് ഇഷ്ടമല്ല. എന്റെ ഷാനു അവളെ പച്ചിനെ കൊണ്ടുവന്ന് കഥകിൽ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുആകൾ ചൊല്ലി ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കഴിയൂല ഖബറിൽ ഞാൻ ഇണപോകാതെ. പെയിന്റുപണിക്കാരനായ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന വീട്ടിലെ ഇക്ബാലിനും ഭാര്യ റംസീനയ്ക്കും 4 മക്കളാണ്. കൂലിപ്പണി എടുത്തു കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് വാടക വീട്ടിൽ നിന്ന് 4 മക്കളെയും പഠിപ്പിച്ചത്. മൂത്ത മകൻ മുഹമ്മദ് ഷഹബാസിന്റെ പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമായിരുന്നു ബാക്കി. നന്നായി പഠിക്കുന്ന കുഞ്ഞായിരുന്നു മുഹമ്മദ് ഷഹബാസ്. അവനൊരു പക്ഷേ ഉയർന്ന മാർക്ക് കിട്ടി അവന് തുടർ പഠനങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കുടുംബമാണ്. പഠനശേഷം കുടുംബത്തിന്റെ അത്താണിയാകേണ്ടവനായിരുന്നു മുഹമ്മദ് ഷഹബാസ്. പക്ഷേ എല്ലാം തല്ലിക്കുഴിച്ചു അവന്റെ സഹപാഠികൾ തന്നെ.